സ്പെഷ്യൽ റെസ്പോൺസ് ഇന്ന് പോകുന്നത് അയലത്തെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്കാണ്. തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പിൻ്റെ ചൂട് ഏറിക്കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നും വ്യത്യസ്തമാണ് തമിഴ്നാട്ടിലെ മത്സരം. 234 നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സ്റ്റാലിൻ നേതൃത്വം നൽകുന്ന DMKയുടെ നേതൃത്വത്തിൽ കോൺഗ്രസും CPIM-ഉം CPIയും ഉൾപ്പെടുന്ന മുന്നണി, AIADMKയും BJPയും ഉൾപ്പെടുന്ന മുന്നണി, തമിഴ് വെற்றிക്കഴകം നേതാവ് വിജയുടെ മുന്നണി, ഇതിനെല്ലാം ഉപരിയായി ശശികലയുടെ നേതൃത്വത്തിലുള്ള മറ്റൊരു മുന്നണി. ഇങ്ങനെ 4 മുന്നണികളാണ് എടുത്തു പറയത്തക്ക രീതിയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ പ്രചരണ രംഗത്ത് ഉള്ളത്. എന്നാൽ ഓരോ മുന്നണികളുടെയും പ്രചരണം വളരെ വ്യത്യസ്തമായ രീതിയിൽ എന്ന് തന്നെ പറയേണ്ടി വരും. DMKയ്ക്ക് എല്ലാവിധത്തിലുള്ള പിന്തുണയും ഉണ്ടെങ്കിൽ തന്നെയും, സർക്കാർ തലത്തിലും ജനങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ തന്നെയും DMK നേതാവ് സ്റ്റാലിൻ എല്ലാ ഇടങ്ങളിലും എത്താൻ ശ്രമിക്കുന്നു. സർക്കാർ അടുത്ത 5 വർഷം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളെക്കുറിച്ച് ജനങ്ങൾക്ക് മുന്നിൽ വിവരിക്കാൻ ശ്രമിക്കുന്നു. മാത്രവുമല്ല, വികസന പ്രവർത്തനങ്ങളുടെ പേരിലാണ് സ്റ്റാലിൻ വോട്ട് ചോദിക്കുന്നത്. 234 നിയമസഭാ മണ്ഡലങ്ങളിലും എത്താൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും വിജയമുറപ്പിക്കാൻ കഴിയുന്ന ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും എത്താൻ തന്നെയാണ് സ്റ്റാലിൻ്റെയും സംഘത്തിൻ്റെയും ഒക്കെ നീക്കം. സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലെ ജനപിന്തുണ ഉണ്ടെങ്കിൽ തന്നെയും പരമാവധി സീറ്റുകൾ ഉറപ്പിക്കുകയാണ് സ്റ്റാലിൻ്റെ ലക്ഷ്യം. മാത്രവുമല്ല, ഒരജയ്യ ശക്തിയായി തമിഴ്നാട്ടിൽ ഉയർന്നതിന് ശേഷം കേന്ദ്ര സർക്കാരിനെതിരെ വലിയ തരത്തിൽ പടനയിക്കുക എന്നൊരു ലക്ഷ്യം കൂടി സ്റ്റാലിന് പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പരമാവധി സീറ്റ് പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സ്റ്റാലിൻ പണിയെടുക്കുന്നത്. AIADMK സംബന്ധിച്ചിടത്തോളം അവർ BJPക്ക് ഒപ്പം നിന്നുകൊണ്ട് വലിയ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും BJPയുടെ വൻകിട നേതാക്കന്മാരാരും തന്നെ കാര്യമായി തമിഴ്നാട്ടിലേക്ക് എത്താൻ സാധ്യതയില്ല. പ്രധാനമന്ത്രി 1-2 പ്രാവശ്യം തമിഴ്നാട്ടിലെത്തും, അമിത്ഷായും വന്നു പോകും. അതിനപ്പുറത്തേക്ക് കേരളത്തിൽ കണ്ട വലിയ കാഴ്ചകളൊന്നും തന്നെ തമിഴ്നാട്ടിൽ പ്രതീക്ഷിക്കേണ്ട. കാരണം തമിഴ്നാട്ടിൽ BJP നേതാക്കന്മാർ പ്രചരണ രംഗത്ത് വേണ്ട എന്ന നിലപാട് ചില AIADMK നേതാക്കന്മാർ അറിയിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. BJP നേരിട്ട് പ്രചരണ രംഗത്തെത്തിയാൽ അത് വോട്ട് ലഭിക്കുന്നതിനെ ബാധിക്കുമെന്നും ചില AIADMK നേതാക്കന്മാർ പറയുന്നുണ്ട്. എന്തായാലും പ്രധാനമന്ത്രിയും അമിത്ഷായുമൊക്കെ 1-2 വട്ടം തമിഴ്നാട്ടിലെത്താൻ സാധ്യതയുണ്ട്. റോഡ് ഷോകളും സംഘടിപ്പിക്കും. കാരണം തമിഴ്നാടിനെ അങ്ങ് അത്ര കണ്ട് ഉപേക്ഷിച്ച് മുന്നോട്ട് പോകാൻ BJP തയ്യാറല്ല. കേരളത്തിൽ നടത്തിയ അത്ര വലിയ പ്രചരണങ്ങൾ ഒന്നും തന്നെ തമിഴ്നാട്ടിൽ നടത്തിയില്ല എങ്കിൽ പോലും, വലിയ തരത്തിലുള്ള നേട്ടം പ്രതീക്ഷിക്കുന്നില്ല എങ്കിൽ പോലും BJPക്ക് ചിലതൊക്കെ തമിഴ്നാട്ടിൽ പറയാനുണ്ട്, ചിലതൊക്കെ തമിഴ്നാട്ടിൽ ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ BJP നേതാക്കന്മാരുടെ സാന്നിധ്യം അറിയിക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. തമിഴ് വെற்றிക്കഴകം രൂപം കൊണ്ടിട്ട് 2 വർഷമായെങ്കിലും ഈ 234 നിയമസഭാ മണ്ഡലങ്ങളിലും വിജയ് എത്തിയിട്ടില്ല. ചുരുക്കം മണ്ഡലങ്ങളിൽ മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രചരണ പരിപാടികൾ. അതും തുടർച്ചയായ പ്രചരണ പരിപാടികളിൽ വിജയ് പങ്കെടുക്കുന്നില്ല എന്നൊരാക്ഷേപവും ഉണ്ട്. വലിയ സ്ഥാനാർത്ഥി പട്ടികയൊന്നും കൈവശമില്ല എങ്കിൽ പോലും ചില നേതാക്കന്മാരെ മുൻനിർത്തിയാണ് വിജയുടെ പോക്ക്. സ്റ്റാലിൻ വിശ്രമമില്ലാതെ എല്ലാ മണ്ഡലങ്ങളിലും യാത്ര നടത്തുമ്പോൾ ഒരു ദിവസം പ്രചരണം നടത്തിയാൽ അടുത്ത ദിവസം വിശ്രമം എന്ന നിലയ്ക്കാണ് വിജയുടെ ഇപ്പോഴത്തെ മുന്നോട്ടുള്ള പോക്ക്. പക്ഷേ കുറേ സീറ്റ് പിടിക്കും എന്നുള്ള പ്രതീക്ഷ വിജയ്ക്കും ഒപ്പം ഉള്ളവർക്കുമുണ്ട്. AIADMKയ്ക്കാണ് വിജയുടെ ഉയർത്തെഴുന്നേൽപ്പിൽ അല്ലെങ്കിൽ വരവിൽ പ്രതീക്ഷ ഇല്ലാതാകുന്നത്. കേവലം 15% സീറ്റെങ്കിലും വിജയും സംഘവും പിടിച്ചെടുക്കും എന്നാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള വിവരങ്ങൾ. 15% മുകളിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ കുറയുന്ന ഓരോ വോട്ടുകളും സീറ്റുകളുമെല്ലാം AIADMKയുടേത് ആയിരിക്കും. അതായത് പ്രതീക്ഷിക്കുന്ന സീറ്റുകൾ കുറയും AIADMK എന്നുള്ളത് ഉറപ്പാണ്. AIADMK സംബന്ധിച്ചിടത്തോളം വലിയ ഭീഷണിയാണ് TVK അല്ലെങ്കിൽ തമിഴ് വെற்றிക്കഴകം പാർട്ടിയിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ നേരിടാനാണ് ഇപ്പോൾ AIADMKയുടെ നീക്കം. അതാണ് കുറേ നേരത്തെ തന്നെ BJP ചില തന്ത്രങ്ങളൊക്കെ CBI മുന്നിൽ കാണിച്ചുകൊണ്ട് നിരത്തിയത്. പക്ഷേ അതൊന്നും തന്നെ വിജയ്ക്ക് ഒരു ഭീഷണിയായി മാറിയില്ല എന്ന് തന്നെ പറയാം. തമിഴ്നാട്ടിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയം ഇപ്പോൾ DMKയുടേതാണ് എന്ന് പറഞ്ഞു വെക്കേണ്ടി വരും.
കാരണം പരമാവധി ഘടകകക്ഷികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെയെല്ലാം തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മുന്നണിയുമായാണ് സ്റ്റാലിൻ ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ആരെയും പിണക്കിയില്ല. ഒപ്പം നിൽക്കുന്നവർക്ക് പരമാവധി സീറ്റുകൾ നൽകി. പലർക്കും വലിയ തരത്തിലുള്ള അലോസരമുണ്ടായിരുന്നെങ്കിലും അതൊക്കെ പറഞ്ഞ് ഇല്ലാതാക്കുവാൻ സ്റ്റാലിന് കഴിഞ്ഞു. AIADMK സംബന്ധിച്ചിടത്തോളം അവർക്കൊപ്പം BJP ഉണ്ടെങ്കിൽ തന്നെയും BJPയിൽ തന്നെ ഭിന്നസ്വരങ്ങളുണ്ട് എന്നുള്ളതാണ് തമിഴ്നാട്ടിലെ മറ്റൊരു പ്രശ്നം. എന്തായാലും ഒരു 3 കക്ഷികൾ തമ്മിലുള്ള, അതിനുമപ്പുറം 3 സഖ്യകക്ഷികൾ തമ്മിലുള്ള ഒരു മത്സരത്തിലേക്ക് ഇത്തവണ തമിഴ്നാട് നീങ്ങുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആര് ജയിക്കും, ആര് രണ്ടാമത്തെ കക്ഷിയാകും, വിജയ് എത്ര സീറ്റുകൾ പിടിക്കും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. വിജയ് ആദ്യമൊക്കെ വരവറിയിച്ചെങ്കിലും പക്ഷേ പല മണ്ഡലങ്ങളിലും സാന്നിധ്യമറിയിക്കാത്തത് അവരുടെ പാർട്ടിക്ക് തന്നെ വെല്ലുവിളിയായി മാറും. പല സ്ഥലങ്ങളിലും അദ്ദേഹത്തിൻ്റെ അനുയായികളുണ്ടെങ്കിലും അവരൊക്കെ എത്ര കണ്ട് തമിഴ് വെട്രിക്കഴകത്തിന് വേണ്ടി ആ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുമെന്നുള്ളത് പിന്നീട് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. എന്തായാലും 3 മുന്നണികളും വലിയ തരത്തിലുള്ള പോരാട്ട വീര്യത്തിലാണ് തമിഴ്നാട്ടിൽ.